റിപ്പോർട്ട് ബ്രേക്കിംഗ്. വിഴിഞ്ഞം തുരങ്കപാത അനിശ്ചിതത്വത്തിൽ. പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി 1 വർഷം പിന്നിട്ടിട്ടും ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വൈകുന്നു. കൊങ്കൺ റെയിൽവേ സമർപ്പിച്ച കരാർ മേഖലയിലെ ആർബിട്രേഷൻ വ്യവസ്ഥകളിൽ നിയമധനവകുപ്പുകൾ തമ്മിലുള്ള തർക്കമാണ് തിരിച്ചടിയാകുന്നത്. നബാർഡ് വായ്പയുൾപ്പെടെ 2000 കോടി രൂപ മാറ്റിവെച്ച പദ്ധതി വൈകുന്നത് വൻ സാമ്പത്തിക ബാധ്യതയ്ക്ക് കാരണമാകുമെന്നാണ് വിലയിരുത്തൽ. അരുൺ സോളമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ സോളമൻ, ഗുഡ് മോർണിംഗ്. അരുൺ, വിഴിഞ്ഞം പദ്ധതി 1ാം ഘട്ടവും 2ാം ഘട്ടവും ഒക്കെ നമുക്ക് ഗംഭീരമായിട്ട് നടപ്പിലാക്കാൻ സാധിച്ചു. ഒരുപാട് കപ്പലുകൾ വരുന്നു. വിഴിഞ്ഞം നമ്മൾ പ്രതീക്ഷിച്ചതിലും അധികം വലിയ നേട്ടമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ നമ്മളുടെ സ്വപ്ന പദ്ധതി ഒന്ന് ഇപ്പോൾ അനിശ്ചിതമായിട്ട് നീളുകയാണ്. വിഴിഞ്ഞത്ത് ഈ സ്ഥലം നൽകിയിട്ട് മന്ത്രിസഭ പദ്ധതിക്ക് അംഗീകാരം നൽകി 1 വർഷം പിന്നിട്ടിട്ടും ഭൂമി ഏറ്റെടുക്കൽ എങ്ങും ആയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വിഴിഞ്ഞത്തെ ഈ തുരങ്കപാത അനിശ്ചിതത്വത്തിലാണോ അരുൺ സോളമൻ? ഗുഡ് മോർണിംഗ് അരുൺ. മലയാളികളെ സംബന്ധിച്ച് വിഴിഞ്ഞം പദ്ധതി ഏറെ അഭിമാനപൂർവ്വമായിട്ടുള്ളൊരു പദ്ധതിയാണ്. പക്ഷേ ഈ പദ്ധതിയുടെ കൂടെയുള്ള തുരങ്കപാതയുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞ മാർച്ചിലാണ് ഈ മന്ത്രിസഭാ യോഗത്തിലാണ് ഈ പദ്ധതിക്ക് അംഗീകാരം കൊടുത്തത്. അന്ന് 1482 കോടി രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള ചെലവ് ഇനത്തിൽ കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഈ 2028 ഡിസംബർ മാസം 31-ാം തീയതി പദ്ധതി പൂർത്തിയാക്കാം എന്നുള്ളൊരു കണക്ക് കൂട്ടൽ അന്ന് സർക്കാരിനുണ്ടായിരുന്നു. പക്ഷേ നാളിതുവരെയുമായിട്ട് ഈ ടെൻഡർ രേഖ, അതായത് കൊങ്കൺ റെയിൽവേ സമർപ്പിച്ച ആ ടെൻഡർ രേഖയുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിൽ മുഖ്യമന്ത്രിക്ക് അനുമതി നൽകാൻ കഴിയാത്തൊരു സാഹചര്യം നിലവിൽ ഉണ്ടായിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഡിസംബറിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഡിസംബർ മാസത്തോടുകൂടി തന്നെ ഈ ടെൻഡർ രേഖയ്ക്ക് അനുമതി നൽകാനുള്ള ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കടക്കാനുള്ള ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. പക്ഷേ നാളിതുവരെയുമായിട്ട് അതിന് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം പ്രധാനമായിട്ടും 4.6 ഹെക്ടർ ഭൂമിയാണ് ഇതിന് വേണ്ടിയിട്ട് ഏറ്റെടുക്കാനുള്ളത്. ആ ഭൂമി 3 വില്ലേജുകൾ, അതായത് പള്ളിച്ചൽ, അരുമാനൂർ, ബാലരാമൂരം, ഈ 3 വില്ലേജുകളിൽ നിന്ന് ഈ ഭൂമി ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇതിന് വേണ്ടിയിട്ട് 193 കോടി രൂപ മാറ്റിവെച്ചിരുന്നു. അതിന്റെ ഏറ്റെടുക്കൽ നടപടികൾ പോലും ഇതുവരെയും ആരംഭിക്കാത്ത ഒരു പ്രതിസന്ധി ഇപ്പോൾ നിലവിൽ ഉടലെടുത്തിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആർബിട്രേഷൻ വ്യവസ്ഥ തന്നെയാണ്. ഈ പദ്ധതിയിൽ 2000 കോടി രൂപയാണ് നബാർഡിൽ നിന്ന് വായ്പയെടുത്ത് മാറ്റിവെച്ചിരിക്കുന്നത്. ഇനി തന്നെ ഈ 4 വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയായി തന്നെ 2000 കോടി രൂപ നിലവിൽ ഉണ്ടാകും. കാരണം നിലവിൽ ഇപ്പോൾ വൈകിയതിന്റെ അടിസ്ഥാനത്തിൽ 1600 കോടി രൂപയാണ് ഇപ്പോൾ പദ്ധതിക്കായിട്ട് ചെലവിനത്തിൽ കണക്ക് കൂട്ടിയിരിക്കുന്നത്. എന്തായാലും ആർബിട്രേഷൻ വ്യവസ്ഥ പ്രധാനമായിട്ടും ഈ പദ്ധതി ഏതെങ്കിലും ഘട്ടത്തിൽ ഉപേക്ഷിച്ചാലോ അല്ലെങ്കിൽ കാലതാമസം ഉണ്ടായാലോ അതിന്റെ ചെലവ് സർക്കാർ വഹിക്കണമെന്നുള്ളത് ഏറ്റവും പ്രതിസന്ധിയുണ്ട്. അതാണ് ധനവകുപ്പും ഇപ്പോൾ നിയമവകുപ്പും പ്രതിസന്ധിയിലായിരിക്കുന്നത്. അത്തരത്തിൽ വലിയൊരു സാമ്പത്തിക ബാധ്യത സർക്കാരിന് ഏറ്റെടുക്കാൻ കഴിയാത്തൊരു അവസ്ഥ ഉള്ളതുകൊണ്ടാണ് വീണ്ടും നീണ്ടുപോകുന്നത്. അരുൺ, താങ്ക് യു. അരുണാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതൊക്കെ സർക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇന്ന് നടന്നില്ലെങ്കിൽ നാളെ നടക്കുമ്പോൾ അതിൻ്റെ ചെലവ് സ്വാഭാവികമായിട്ടും വർദ്ധിക്കും. അത് പിന്നീട് ഇരട്ടിയായിട്ട് തീരും. പല പദ്ധതികളും നടപ്പാക്കാതെ പോകുന്നതും അങ്ങനെയാണ്. വിഴിഞ്ഞം കൊണ്ടുവന്നു, തുരങ്കപാത കൊണ്ടുവരാൻ പിന്നെ എന്ത് പാട്?